ഹായ് ഹലോ, ഞാനിന്നൊരു കേക്ക് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡാൽഗോണ കോഫി കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് ഞാൻ കാണിക്കുന്നത്. ഓവനൊന്നും ഇല്ലാതെ അടുപ്പിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ കേക്ക് ചെയ്യുന്നത്. അപ്പോൾ അടുപ്പിലാണെങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് നമ്മൾ ഈ ഒരു റെസിപ്പി വെച്ചുണ്ടാക്കിയാൽ നമുക്ക് കിട്ടുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്കൊരു കോഫീൻ്റെ ക്രീം ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 3 ടേബിൾ സ്പൂണ് പഞ്ചസാരയിലേക്ക് ഒരു 3 ടീസ്പൂണ് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് ചേർക്കുന്നത്. ഞാനിവിടെ നെസ്കാഫേൻ്റെ പൗഡർ എടുത്തിരിക്കുന്നത്. പിന്നെ ബ്രൂവിൻ്റെ ചെറിയൊരു സാഷേ കിട്ടുമല്ലോ നമുക്ക് 5 രൂപയുടെ, അതായാലും കുഴപ്പമൊന്നുമില്ല, 2 സാഷേ എടുത്താൽ മതി. അപ്പോൾ ഇതാ ഞാൻ ഒരു സ്പൂണ് ചെറിയ ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. ബീറ്റർ ഇല്ലയെന്നുണ്ടെങ്കിൽ വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കൈ കൊണ്ട് ബീറ്റ് ചെയ്തെടുക്കണം. കുറച്ച് സമയം കൂടുതൽ പിടിക്കുന്നുള്ളൂ. ബീറ്റർ ഉണ്ടെങ്കിൽ പെട്ടെന്ന് 1-2 മിനിറ്റ് കൊണ്ട് പണി കഴിയും. അപ്പോൾ ഞാനിതിലേക്ക് ഒരു സ്പൂണും കൂടി വെള്ളം ചേർത്ത് കൊടുത്തേ. വെള്ളം ചേർക്കുമ്പോൾ നമ്മൾ ഒന്നിച്ച് ചേർക്കരുത്, ഓരോ സ്പൂണായിട്ട് ചേർക്കണം. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 3 സ്പൂൺ വെള്ളമാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ക്രീം റെഡിയായി വന്നിട്ടുണ്ട്. നമ്മുടെ ഐസ്ക്രീമൊക്കെ മെൽറ്റായുള്ള ആ ഒരു ടെക്സ്ചർ ആട്ടോ അതിനുണ്ടാവുക. ഇനി നമുക്ക് കേക്കിന് വേണ്ടിയിട്ടുള്ള എഗ്ഗ് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ 1/2 കിലോൻ്റെ കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 മുട്ടയും ഒരു 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കുന്നത്. അത് ബീറ്റായി വരുമ്പോഴേക്ക് നമുക്ക് നമ്മുടെ പൊടിയൊക്കെ ഒന്ന് അരിച്ചെടുക്കാം. ഞാൻ 1/2 കപ്പ് മൈദയിലേക്ക് 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറാണ് ചേർക്കുന്നത്. ബേക്കിംഗ് പൗഡർ 1/2 ടീസ്പൂണും ബേക്കിംഗ് സോഡ ഒരു 1/4 ടീസ്പൂണും, അതാണ് ഇതിൻ്റെ ഒരു മെഷർമെൻറ്റ്. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് അരിച്ച് മാറ്റി വെക്കാം. നമ്മൾ ഈ സാധനമൊക്കെ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ ഫ്രഷ് ആയിട്ടിരിക്കണം. പഴയതാണെങ്കിൽ നമുക്ക് നമ്മുടെ കേക്ക് അങ്ങനെ ഫ്ലഫി ആയിട്ട് വരില്ല. അപ്പോൾ ഞാൻ അപ്പോഴേക്കും നമ്മുടെ എഗ്ഗിൻ്റെ ബാറ്ററൊക്കെ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഒരു സ്പൂണ് വെനില എസൻസ് ചേർത്ത് കൊടുക്കുകയാണേ. വെനില എസൻസ് ചേർത്ത് നന്നായിട്ട് ബീറ്റായി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ബാക്കി ചേർക്കുക. അപ്പോഴേക്ക് നമുക്ക് ബേക്ക് ചെയ്യാനുള്ള പാത്രം ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാനൊരു 6 ഇഞ്ചിൻ്റെ മോൾഡാണ് എടുത്തിരിക്കുന്നത്. അത് ഓയിലൊക്കെ തേച്ച് പൊടിയൊക്കെ ഇട്ട് ബട്ടർ പേപ്പറൊക്കെ വെച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോഴേക്ക് ഇതാ നമ്മുടെ എഗ്ഗിൻ്റെ ബാറ്റർ നല്ലോണം ഫ്ലഫി ആയിട്ട് വരുന്നുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ബട്ടർ ആണെങ്കിൽ അത് മെൽറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ക്രീം ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഇവിടെ 1.5 സ്പൂണ് ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഒരു ഫ്ലേവറിനനുസരിച്ച് ഒരു 2-2.5 സ്പൂണോ അങ്ങനെയൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1.5 സ്പൂണേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി അധികം ബീറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ പൊടിയൊക്കെ ചേർക്കുന്നതിൻ്റെ മുമ്പേ നമുക്ക് ഇത് ബേക്ക് ചെയ്യാനുള്ള പാത്രം റെഡിയാക്കി എടുക്കണം. ഞാനിവിടെ ഒരു പഴയ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ അലൂമിനിയത്തിൻ്റെ പാത്രം ഉണ്ടെങ്കിൽ അതായാലും മതി. നമ്മുടെ ഈ മോൾഡ് ഇതിൽ ഇറങ്ങിയിരിക്കണം. പിന്നെ ഞാൻ കുറച്ച് ഉപ്പിൻ്റെ പൊടി ഒന്ന് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഉപ്പിൻ്റെ പൊടി സ്പ്രെഡ് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് ബേക്കായി കിട്ടും. നല്ല ചൂടായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് പൊടിയൊക്കെ 2-3 പ്രാവശ്യമായിട്ട് ചേർത്ത് മെല്ലെ ഒന്ന് ഫോൾഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോഴേക്ക് നമ്മുടെ പാത്രം നമ്മളവിടെ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അടുപ്പിൽ ഗ്യാസിൽ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഓവനിലാണെങ്കിൽ ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കണം. ഒരു 180 ഡിഗ്രിയിലാണ് ഓവനിലാണെങ്കിൽ വെക്കേണ്ടത്. അപ്പോൾ നമ്മുടെ മിക്സൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് നേരെ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുത്താൽ നമ്മളിത് അടുപ്പിൽ വെക്കുന്നതിന് മുമ്പേ ഒരു ടൂത്ത് പിക്ക് കൊണ്ടോ അല്ലെങ്കിൽ നന്നായിട്ട് ടാപ്പ് ചെയ്തിട്ടോ എങ്ങനെയെങ്കിലും നന്നായിട്ട് ഇതിലെ എല്ലാ എയർ ബബിൾസും ഒന്ന് കളയണേ. ടാപ്പ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്ക് കൊണ്ട് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുത്താൽ മതി. ഇനി ഇതാ ഞാൻ ഇത് അടുപ്പിൽ വെക്കുന്നതിന് മുമ്പേ അടിയിൽ ഒരു തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് സ്ലോ ബേക്ക് ആവാൻ വേണ്ടിയിട്ടാണ്. സ്ലോയിൽ ബേക്ക് ആകുമ്പോഴാണ് നമ്മുടെ കേക്ക് നല്ല ഫ്ലഫി ആയിട്ട് വരിക. അപ്പോൾ നേരിട്ട് അതിലേക്ക് ഇറക്കി വെക്കാതെ ഒരു ചെറിയ റിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ പാത്രം അടിയിൽ വെച്ചിട്ട് അതിൻ്റെ മേലെ നമ്മുടെ മോൾഡ് വെച്ച് ഇനി ഒന്ന് അടച്ചു വെക്കാം. അപ്പോഴേക്ക് ഞാൻ ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു കമ്പനിയുടെ ക്രീമാട്ടോ ഞാൻ ഉപയോഗിക്കാറ്. റിച്ചിൻ്റെ ബെറ്റർ ക്രീം എന്നുള്ളൊരു ബ്രാൻഡാണ് ഞാൻ ഉപയോഗിക്കാറ്. അപ്പോൾ നല്ല ക്രീമാട്ടോ, നല്ല ടേസ്റ്റാണ്. പക്ഷേ ഞാനിത് വേറെ പണിക്ക് പോയപ്പോഴേക്കും ഒരു ഓവർ ബീറ്റ് ആയിപ്പോയി. പക്ഷേ കുഴപ്പമൊന്നുമില്ല. കുറച്ച് നമ്മൾ കേക്കിൽ സ്പ്രെഡ് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടൊന്നും ഉള്ളൂ. എന്നാലും നല്ല ടേസ്റ്റാണിത്. കുറച്ച് ഞാൻ നമ്മുടെ ആ ഡാൽഗോണയുടെ ക്രീമും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക്.
അപ്പോൾ ഞാനൊന്നൊരു സ്പാറ്റിൽ വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഒരു ഓവർ ബീറ്റ് ആയത് ഒന്നൊന്ന് മെൽറ്റ് ആയിക്കോളും ഇങ്ങനെ ബീറ്റ് ചെയ്ത് കൊടുത്താൽ. ഞാൻ കുറച്ചുകൂടി ക്രീം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്, നമ്മൾ ഡാൽഗോണ ക്രീം ഉണ്ടാക്കിയത്. ഇനി നമ്മൾ ഇതിലേക്ക് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സിറപ്പ് ഉണ്ടാക്കിയെടുക്കുകയാണ്. ഞാനിവിടെ 2 സ്പൂണ് ക്രീമും 2 സ്പൂണ് ഡാൽഗോണ ക്രീമും പിന്നെ കുറച്ച് പഞ്ചസാരയും കുറച്ച് പാലും. പാല്, ഡാൽഗോണേൻ്റെ ക്രീം, നമ്മുടെ സാധാ നമ്മൾ വിപ്പിംഗ് ക്രീം, ഈ 3ഉം പിന്നെ കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്തിട്ടാണ് ഇതിൽ സിറപ്പ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പം നമ്മുടെ ക്രീമും സിറപ്പും എല്ലാം റെഡിയാണ്. നമ്മുടെ കേക്ക് എന്തായി നോക്കാം. ആഹാ, നല്ല അടിപൊളിയായിട്ട് നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഉൾഭാഗം വെന്തോ നോക്കാൻ വേണ്ടിയിട്ട് ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഒരു കൊള്ളിയോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് കുത്തി കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ സോഫ്റ്റായിട്ടുള്ള ഡാൽഗോണ കോഫിയുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്, സ്പോഞ്ച് റെഡി ആയിട്ടുണ്ട്. അപ്പം കണ്ടോ, നല്ല സോഫ്റ്റാണ് കേട്ടോ. നമ്മൾ നല്ല സോഫ്റ്റായിട്ട് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. കോഫിയുടെ ടേസ്റ്റൊക്കെ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ നല്ല ഇഷ്ടമാവും കേട്ടോ. നമ്മൾ മുകൾ ഭാഗമാണെങ്കിലും അധികമൊന്നും വല്ലാതെ പൊങ്ങി ഹാർഡായിട്ടൊന്നുമില്ല, താഴ്ഭാഗമാണെങ്കിലും നല്ല സോഫ്റ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്കിതിലേക്ക് ഇത് നമ്മൾ കട്ട് ചെയ്ത് വെക്കുന്ന സമയത്തും കളയാനൊന്നുമില്ല, മേലെയും താഴെയൊക്കെ നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കുന്നതിനെ കൊണ്ട് നമുക്കിതൊന്ന് 3ആയിട്ട് കട്ട് ചെയ്തിട്ട് നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ ആ കേക്ക് സ്പോഞ്ചിനെ 3ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. നല്ല വലിപ്പമുള്ള പീസസാണ് കിട്ടിയത്, അതുകൊണ്ട് തന്നെ നമ്മുടെ കേക്കിന് നല്ല ഹൈറ്റ് ഉണ്ടാവും. പിന്നെ മുകൾ ഭാഗം ഞാൻ പറഞ്ഞല്ലോ പൊങ്ങി ഹാർഡായിട്ടൊന്നും പോകാത്തത് കൊണ്ട് മുകൾ ഭാഗമൊന്നും കളയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇനി ഒരു ബോർഡ് വെച്ചിട്ട് ഞാൻ ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കുകയാണ്. ഓരോ പീസും വെച്ച് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ ഒരു സിറപ്പ്, പാലും വിപ്പിംഗ് ക്രീമും ഡാൽഗോണ ക്രീമും കൂടിയുള്ള ആ ഒരു മിക്സിൻ്റെ സിറപ്പാണ് ഞാൻ ഉപയോഗിച്ചത്. അത് വെച്ചിട്ട് നമ്മുടെ ക്രീമും കൂടി തേച്ച് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഏറ്റവും താഴെ വരുന്ന കേക്കിൻ്റെ ഭാഗമാണ് കേട്ടോ ഞാൻ ഏറ്റവും മേലെ സെറ്റ് ചെയ്ത് വെക്കാറ്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നല്ല ഷേപ്പിൽ തന്നെ നമ്മുടെ കേക്ക് സെറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ ഏറ്റവും മുകളിൽ വരുന്ന ഭാഗം താഴെയും താഴെ വരുന്ന ഭാഗം മേലെയും വെച്ചിട്ടാണ് ഞാൻ എപ്പോഴും കേക്ക് സെറ്റ് ചെയ്യാറ്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആ കേക്കിൻ്റെ ഷേപ്പൊക്കെ കിട്ടാൻ വലിയ പ്രയാസമൊന്നുമില്ലാതെ പെട്ടെന്ന് തന്നെ നമുക്ക് ക്രീം തേച്ച് സെറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ക്രീം തേക്കുമ്പോൾ എന്താ പറയുക, ഒരു ഫ്ലാറ്റായിട്ട് കിട്ടാൻ കുറച്ച് പ്രയാസമാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് മുകൾ ഭാഗമൊക്കെ നല്ല ഫ്ലാറ്റായിട്ട് കിട്ടും. അപ്പോൾ മെല്ലെ മെല്ലെ നന്നായിട്ട് സമയം എടുത്തിട്ട് ഈ ഒരു ക്രീം തേച്ച് ഒന്ന് സെറ്റാക്കി എടുക്കണം. ഞാൻ പറഞ്ഞല്ലോ ക്രീം കുറച്ച് ഓവർ ബീറ്റ് ആയതുകൊണ്ട് എനിക്ക് കുറച്ച് പ്രയാസം ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും നന്നായിട്ട് തന്നെ കിട്ടി. ഈ ഒരു ക്രീം ആകുമ്പോൾ നമുക്കൊരു ടെൻഷനൊന്നുമില്ല, മെൽറ്റ് ആവുന്നുള്ളൊരു പേടിയൊന്നുമില്ലാതെ നമുക്ക് നല്ല ഒരു ക്രീം തന്നെയാണ് റിച്ചിൻ്റെ ബെറ്റർ ക്രീം. ഇനി ഒരു സ്ക്രാപ്പർ വെച്ചിട്ട് സൈഡൊക്കെ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണേ. നമ്മൾ വീട്ടിൽ തന്നെ കഴിക്കാനായതുകൊണ്ട് വലിയ ഡിസൈനിങ് ഒന്നും ചെയ്യുന്നില്ല. ഒരു സിമ്പിളായിട്ട് ഒരു നോസിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫ്ലവർ ആക്കിയിട്ടൊക്കെ ചെയ്യുന്നേ ഉള്ളൂ. അത് ഓരോരുത്തരുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് നമുക്ക് പുറത്ത് കൊടുക്കാനുള്ളതാണെങ്കിൽ അവർ പറയുന്ന പോലെ, അല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ ജസ്റ്റ് ക്രീമും പിന്നെ കുറച്ച് കാരമൽ കയ്യിലുണ്ടായിരുന്നു, അതും വെച്ചിട്ടാണ് ഇപ്പോൾ ഡിസൈൻ ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ഈ ഒരു കേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബീറ്റർ ഇല്ലെങ്കിൽ മിക്സിയിലടിച്ചിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റുള്ള ഒരു കേക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വേറൊരു റെസിപ്പിയായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.